നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴുള്ളത് അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് അരിപ്പാറ വെള്ളച്ചാട്ടം. നമ്മൾ ഇന്ന് അത് കാണാൻ വന്നിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ അരിപ്പാറ വെള്ളച്ചാട്ടം നിൽക്കുന്നത് കോഴിക്കോടാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന തൂക്കുപാലം. ഈ തൂക്കുപാലത്തിലൂടെയാണ് നമ്മൾ നടന്നിട്ട് വരേണ്ടത്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് മുക്കത്തേക്ക് വരിക. മുക്കത്തുനിന്ന് തിരുവമ്പാടി റൂട്ടിലൂടെ വന്നിട്ട് പിന്നെയാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി വരുന്നത്. അവിടെയൊക്കെ സൈൻ ബോർഡുകളുണ്ട്. എനിക്ക് കൃത്യമായി വഴി പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഒരു 20 രൂപയാണ്. ഒരാൾക്ക് 10 രൂപ, രണ്ടാൾക്ക് 20 രൂപ വരും. വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ വണ്ടി പാർക്കിങ്ങിന് 10 രൂപ വേറെയും വരും. അങ്ങനെയാണ് ഒരാൾക്ക് 20 രൂപ എന്ന് പറഞ്ഞത്. 2 വീലർ എടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വരാനുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഈ പുറകിൽ കാണുന്നതാണ് അരിപ്പാറ വെള്ളച്ചാട്ടം. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുമ്പോൾ നിങ്ങൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം ഒഴുകി വരുന്നതും നല്ല രസമായിരിക്കും. പക്ഷേങ്കിൽ ഈ പാറകളിലേക്കൊന്നും ഇറങ്ങാനോ ഒന്നും വിടില്ല, കാരണം നല്ല ഒഴുക്കായിരിക്കും. ഒഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപകട സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഇറങ്ങാൻ വിടില്ല. വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കുളിക്കാനൊക്കെ നല്ല രസത്തോടെ എൻജോയ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ എപ്പോഴും വരണം, വേനൽക്കാലത്ത് വരണം. എന്നാലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വിടൂലൂ. ഇപ്പോഴും നമ്മളെ ഇറങ്ങാൻ വിടുന്നില്ല. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, പക്ഷേ ഇറങ്ങാൻ വിടില്ല. ഇറങ്ങണമെങ്കിൽ നല്ല വേനൽക്കാലത്ത് വരണം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയും. ഇതൊരു കുളം പോലെയുണ്ട്. ആ കുളത്തിൽ പോയിട്ടൊന്ന് കുളിക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. കാരണം മഴക്കാലം കഴിഞ്ഞു. പക്ഷേ മഴക്കാലത്ത് നല്ല വെള്ളമുണ്ടാകും. മുകളിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പാറയിലേക്ക് ആളുകളെ കടത്തി വിടാത്തത്. തൂക്കുപാലം കടന്ന് വന്നപ്പോൾ ഒരു ചായപ്പീടി കണ്ടു. അങ്ങനെ ഒരു ചായ കുടിച്ചു. എന്നിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചു. അടുത്തൊരു വ്യൂ പോയിൻറ്റിലേക്ക് നടന്നു വരികയാണ് ഞാൻ. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കമ്പിവേലി വെച്ച് കെട്ടിമുട്ടിച്ചിട്ടാണ് ഉള്ളത്. ഇവിടെ ഇറങ്ങാൻ വിട്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നോക്കൂ, കാണുന്നത് എന്ത് രസമുള്ള കാഴ്ചയാണത്. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ കമിതാക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വന്ന തൂക്കുപാലം ആണ് അത്. എത്ര ദൂരത്തിലാണ് ഉള്ളതെന്ന് നോക്കൂ.
എത്ര ഇറങ്ങാൻ വിടൂല എന്ന് പറഞ്ഞാലും കയറാൻ വിടൂല എന്ന് പറഞ്ഞാലും എൻ്റെ വ്യൂവേഴ്സിനറിയാം, നമ്മൾ കയറും ഇറങ്ങും. കരടിയുണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ കരടിയിലെ കാട്ടിലേക്ക് കയറിയതാണ്, ഗേറ്റും കടന്നിട്ട്. അപ്പോൾ നമുക്ക് പോകണം തോന്നിയാൽ നമ്മൾ അങ്ങോട്ട് പോകും. അത് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ടായാലും നമ്മൾ കയറും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളെ ചാനൽ ഇങ്ങനെയായി. പോകുന്ന വഴികളൊക്കെ ഇതുപോലുള്ളൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ? കയറുന്നതിന് മുമ്പ് ഈ വീഡിയോ, ഈ ബോർഡൊന്ന് ശ്രദ്ധിക്കുക. നിൽക്കൂ, ശ്രദ്ധിക്കൂ ഒരു നിമിഷം. ഓക്കെ. മുങ്ങിമരണ സാധ്യതാ പ്രദേശം, അപകടകരമായ ജലാശയം സൂക്ഷിക്കുക. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇതുവരെ മുങ്ങി മരണപ്പെട്ടവർ 28. അടുത്തത് നിങ്ങളാവാതിരിക്കട്ടെ. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം നിലനിൽക്കുന്നത്. ഈ തൂക്കുപാലത്തിലൂടെ ഒരേ സമയം 35 ആളുകളിൽ കൂടുതൽ കയറാൻ പാടില്ല. കയറിയാൽ ആടി ഒലിഞ്ഞ് ചിലപ്പോൾ വീണു പൊട്ടി എന്നല്ല ഇരിക്കും. 10 റുപ്യാണ് എൻട്രി ഫീസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴി. ഇറങ്ങി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് സുഖസുന്ദരമായിട്ട് നടന്നു വരാമെന്നുള്ളതാണ്. പക്ഷേ കയറി വരുമ്പോഴാണ് മനസ്സിലായത് നല്ല കയറ്റം. ഇത് 2ാമത്തെ പ്രാവശ്യം ആട്ടോ കയറുന്നത്. മുകളിലെത്തിയിട്ടാണ് വിചാരിച്ചതോ കയറിപ്പോകുന്ന വഴി എടുത്തില്ലല്ലോ ഈശ്വര. അങ്ങനെ ഞാൻ ആദ്യം ഇറങ്ങി ആദ്യം കയറി എടുക്കുവാണിത്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇതിനൊരു ലൈക്കെല്ലാം തരണം. ചെറിയ കയറ്റാണെങ്കിലും സൈഡൊക്കെ നല്ല രസമായിട്ടുണ്ട്.